ചെല്ലക്കാറ്റിൻ വർണ്ണച്ചിറകിൽ മൂളിപ്പാട്ടും പാടിപ്പോകും ഹൈഡി ഹൈഡി. ആലിൻ കൊമ്പത്തു ഞാനാടും അണ്ണാനോടും കളികൾ ചൊല്ലും തുമ്പി. കൂട്ടുകാരെ, മധുര നിമിഷങ്ങൾ പങ്കിടാൻ എത്തുന്നു ഒരു കൊച്ചു പെൺകുട്ടി. അതെ, HD ദൃശ്യ മികവോടെ ഹെയ്ദി നിങ്ങളുടെ സ്വന്തം കൊച്ചു ടിവിയിൽ. എല്ലാ ദിവസവും രാവിലെ 6:30ക്കും രാത്രി 8 മണിക്കും കാണാൻ മറക്കരുതേ. ചെല്ലക്കാറ്റിൻ വർണ്ണച്ചിറകിൽ മൂളിപ്പാട്ടും പാടിപ്പോകും ഹൈഡി ഹൈഡി. കുറുക്കന്മാരുടെ വരവിന് ശേഷം ആട് പാല് കൊടുക്കാതെയായി. മിസ്സസ് കെല്ലർ അവളെ കശാപ്പുകാരന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന്. ഹൈഡി പറഞ്ഞു അവൾക്ക് അതിനെ രക്ഷിക്കാൻ കഴിയുമെന്ന്. നമുക്ക് അവളെ സഹായിക്കണം. അതുകൊണ്ട് തെരേസ സമ്മതിച്ചു. മുത്തശ്ശൻ അവൾക്ക് കുറച്ച് ഉപദേശങ്ങൾ നൽകി. കൊണ്ട് ശരിയായേക്കാം. പീറ്ററിനൊപ്പം ഹൈഡിയും തെരേസയും പോയി ആ പൂവ് കണ്ടുപിടിച്ച് ആടിന് കൊടുക്കുന്നു. നീ ഇന്നലത്തേക്കാൾ നന്നായിരിക്കുന്നല്ലോ. ഹൈഡിയുടെ പ്രവൃത്തിയിൽ അഭിമാനം കൊണ്ട പീറ്റർ അവളെ ഒരു ആട്ടിടയത്തിയായി പരിശീലിപ്പിക്കാൻ തീരുമാനിച്ചു. താങ്ക് യു പീറ്റർ. എല്ലാവരും കയറേണ്ടതാണ്. വേഗം കയറൂ. എല്ലാവരും കയറേണ്ടതാണ്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതല്ല. എല്ലാവരും വേഗം കയറൂ. എല്ലാവരും വേഗം കയറൂ. ഗുഡ് മോർണിംഗ് മിസ്. മിസ്, നിങ്ങളുടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എന്താ? സോറി മിസ്, ഞാൻ നിങ്ങളെ പുറത്തു വച്ച് കണ്ടായിരുന്നു. അപ്പോഴാ ഓർത്തത് കഴിഞ്ഞ തവണ ഇത് നിങ്ങളുടെ കുട്ടിയുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടതായിരുന്നു ഈ ട്രെയിനിൽ വെച്ച്. വളരെ നന്ദിയുണ്ട്. ഹൈഡിക്ക് ഒത്തിരി സന്തോഷമാകും ഇത് കാണുമ്പോ. പിന്നെ എന്നോട് ക്ഷമിക്കണേ തിരികെ വന്നപ്പോ ഇത് വാങ്ങാത്തതിന്. ഓ, അതൊന്നും കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ആ കുട്ടി കുറുമ്പി? ഞാൻ അവളെ തിരികെ കൊണ്ടുവരാൻ പോവാ, എന്റെ കൂടെ ഫ്രാങ്ക്ഫർട്ടിലേക്ക്. ഓ, അതൊരു നല്ല വാർത്തയാണല്ലോ. 1 വർഷമായി ഞാൻ അവളെ കണ്ടിട്ട്. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളെ കാണുമ്പോൾ അവൾ സന്തോഷിക്കുമെന്ന്. അതെ, നിങ്ങളും നിങ്ങളുടെ കുട്ടിയും. സന്തോഷം. യു ആർ വെൽക്കം മിസ്. എന്ത് സഹായത്തിനും വിളിക്കാം. ഗുഡ് മോർണിംഗ് ഹൈഡി. ഗുഡ് മോർണിംഗ് മുത്തശ്ശ. ഇന്നത്തെ പരീക്ഷയ്ക്ക് നീ തയ്യാറാണോ? ഇനി ഒന്നും കൂടി. ഞാൻ ആരാകുമെന്ന് ആലോചിക്കുകയാണ്. എനിക്കറിയാം ഇത് എളുപ്പമല്ലെന്ന്. പക്ഷെ ജയിച്ചാൽ ഞാനൊരു ആട്ടിടയത്തിയാവും. എന്റെ ജീവിതത്തിലെ വളരെ നല്ല ദിവസമാണ് ഇന്ന് മുത്തശ്ശ. വസന്തകാലം എനിക്ക് വളരെ ഇഷ്ടമാണ്. പ്രിയപ്പെട്ട അങ്കിൾ, ഒരു നല്ല വാർത്ത അറിയിക്കാനാ ഞാൻ ഈ കത്തെഴുതുന്നത്. എനിക്കിവിടെ നല്ലൊരു ജോലിയുണ്ട്. അധികം താമസിയാതെ തന്നെ ഹൈഡിയെ ഒറ്റയ്ക്ക് നോക്കാൻ എനിക്ക് കഴിയും. വരുന്ന വസന്തകാലത്ത് ഞാൻ അവളെ കൊണ്ടുപോകാൻ വരും. വസന്തമോ? മുത്തശ്ശ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതെ ഹൈഡി, നിനക്കായി ഒരു സമ്മാനം ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു സമ്മാനമോ? എന്താണത്? കണ്ണടച്ചിട്ട് കൈനീട്ടിക്കോളൂ. ഇനി നീ കണ്ണു തുറന്നോളൂ. ഓ, ഒരു വിസിൽ. വളരെ നന്നായിട്ടുണ്ട്. ഇത് ആട്ടിടയത്തിയാകാൻ സഹായിക്കും. നിങ്ങൾക്ക് എന്റെ കയ്യിൽ നിന്ന് ഒരു സമ്മാനമുണ്ട് മുത്തശ്ശ. കണ്ണടയ്ക്കുമോ? ഓ, പീറ്റർ, പീറ്റർ. അവസാനം എത്തി. നിനക്കതിന് സാധിക്കും മോളെ.
എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, ഈ ട്രെയിൻ ഇവിടെ 2 മിനിറ്റ് നേരത്തേക്ക് മാത്രമേ നിർത്തുകയുള്ളൂ. ഇവിടുന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്ക് ട്രെയിൻ വല്ലതും ഉണ്ടോ ഉച്ചയ്ക്ക് ശേഷം? യെസ് മിസ്, ഇന്ന് ഇവിടുന്ന് 3:45 പുറപ്പെടും. വളരെ നന്ദി. പിന്നെ പാവക്കുട്ടിയെ തിരികെ തന്നതിന് ഒരിക്കൽ കൂടി നന്ദി. അതെന്റെ കടമയാണ്. പോയി വരൂ, നിങ്ങൾക്കും കുട്ടിക്കുമായി ഞാൻ കാത്തിരിക്കും. ലേട്ടാ, നീ തിരികെ വന്നോ? അതെ ബാബു, പക്ഷെ ഇന്ന് തന്നെ തിരികെ പോവും. ഞാൻ ഹൈഡിയെ തിരികെ കൊണ്ടുപോകാൻ വന്നതാ. എന്തായാലും നീ വന്ന സമയം കൊള്ളാം. ഞാൻ പറയുകയാണെങ്കിൽ... ഓ, അതെന്താ? ഹൈഡി കഴിഞ്ഞ കൊല്ലം സ്കൂളിൽ പോയിട്ടില്ല, നിനക്കറിയാമോ? അങ്കിൾ അതിന് സമ്മതിച്ചില്ല. എന്നിട്ടോ എല്ലാ കുഴപ്പങ്ങളിലും പോയി ചാടുകയും ചെയ്യും. കുഴപ്പങ്ങളോ? അതെ, അവൾ ഇടയ്ക്ക് ആ മലയുടെ മുകളിലേക്ക് ഓടിക്കളഞ്ഞു, അതും കുറുക്കന്മാരൊക്കെയുള്ള സ്ഥലത്തേക്ക്. അയ്യോ, ഹൈഡി നിന്റെ അടുത്ത് സുരക്ഷിതയായിരിക്കും ആ കരടിയുടെ അടുത്ത് നിൽക്കുന്നതിനേക്കാളും. ഓ, അങ്ങനെയാണോ? എന്നാ ഞാൻ വേഗം അങ്ങോട്ട് പോട്ടെ. ശരി, എന്നാ നീ വേഗം ചെല്ല്. ഞാൻ പറഞ്ഞത് മറക്കണ്ട. എങ്കിൽ പറയൂ പീറ്റർ, എന്തിനാണ് നമ്മൾ ഇവരെയും കൊണ്ട് പോകുന്നത്? നീ അത് ഉടനെ അറിയും. ഞാനതൊന്ന് ആലോചിക്കട്ടെ. ആദ്യം പുല്ല് പറിക്കുന്നത് ചെയ്തു, ആരുടെയും സഹായമില്ലാതെ ആടുകളെ പുറത്തു കൊണ്ടുവന്നു, അതും ചെയ്തു. പിന്നെ പാല് കറക്കുകയും ചെയ്തു. ശരി, ഇനി അവസാനത്തെ ഒരു പരീക്ഷണം കൂടി ബാക്കിയുണ്ട്. അതെന്താണ് പീറ്റർ? അത് നോക്കതേ, ഇതാണ്. പുഴ കടക്കാനാണോ? അതെ, അതും ആരുടെയും സഹായമില്ലാതെ. ഈ പൈസനെയും കൊണ്ട് നീ പുഴയ്ക്ക് അപ്പുറത്തേക്ക് പോകണം. പക്ഷേ പൈസന് വെള്ളം ഭയങ്കര പേടിയല്ലേ? ശരിക്കും പേടിയാ ഹൈഡി. അത് വളരെ പാടുള്ളതാണ് പീറ്റർ. ആട്ടിടയത്തി ആവണമെങ്കിൽ ഇതൊക്കെ ചെയ്തേ പറ്റൂ. എനിക്കറിയാം ഹൈഡി, നിന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കുമെന്ന്. നോക്ക്, ഞാൻ ബാക്കിയുള്ളവരെ കൊണ്ടുപോകും. അത് കണ്ട് നീയും അതുപോലെ ചെയ്താൽ മതി, കേട്ടോ? ലിറ്റിൽ ബെയർ, ലിറ്റിൽ സ്വാൻ, വരൂ, വന്നേ. കമോൺ, കമോൺ. മേ മേ. ഇതിലേ വാ. ആ, അങ്ങനെ തന്നെ. ഒന്നുകൂടി വാ. അങ്ങനെ തന്നെ. ആ, ചാടി വാ. യെസ്, നന്നായിട്ടുണ്ട്. നീ ഇത് കണ്ടോ? ഇത് വളരെ എളുപ്പമാ. ഇനി നിന്റെ ഊഴമാണ് ഹൈഡി. അങ്കിൾ, അങ്കിൾ, ഗുഡ് മോർണിംഗ് അങ്കിൾ. ഇവിടെ തണുപ്പ് എങ്ങനെയുണ്ട്? അധികം തണുപ്പില്ലാന്ന് തോന്നുന്നു അല്ലേ? ആ, അങ്കിൾ, ഹൈഡി എവിടെയാ? ഞാൻ അവളെ കൊണ്ടുപോകാനാ വന്നേ. കഴിഞ്ഞ വർഷം ഞാൻ അവളെ കൊണ്ടുവിടാൻ വന്നപ്പോ തന്നെ പറഞ്ഞല്ലേ ഫ്രാങ്ക്ഫർട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാനായി ഞാൻ താമസിയാതെ വരുംന്ന്. അത് നടക്കില്ല. അങ്കിളല്ലേ അന്ന് പറഞ്ഞത് അവൾ ഇവിടെ നിന്ന് അങ്കിളിന് അതൊരു ശല്യമാകുമെന്ന്? അവൾ ഇവിടെ നിൽക്കുന്നത് അങ്കിളിന് ഇഷ്ടമല്ലെന്നും. ഞാനിപ്പോ അവളെ നിർത്താനായി ഒരു സ്ഥലം കണ്ടുപിടിച്ചു വന്നപ്പോ പറ്റില്ലെന്നോ? ഞാനിപ്പോൾ തിരക്കിലാണ്. നീ വന്നതുപോലെ തന്നെ തിരിച്ചു പോകുന്നതാണ് നല്ലത്. വരൂ, വരൂ പൈസ്. വരൂ പീപ്പി, പീപ്പി, വരൂ, വരൂ, വരൂന്നേ. വരൂ പൈസ്, അടുത്തേക്ക് വാ. ഇത് വഴി. അതെ, അങ്ങനെ തന്നെ. ആ, അത് സാരമില്ല പൈസ്, നീ ചെയ്യുന്നത് ശരിയാണ്. ഓ പൈസ്, നീ ഇഷ്ടം പോലെ സമയം എടുത്തോ. ഒന്നുകൂടി നോക്ക്, പെട്ടെന്ന് ആവട്ടെ. വരൂ പൈസ്, അവര് കാത്തു നിൽക്കുകയാണ്.
നിനക്ക് തോന്നുന്നില്ലേ അവിടുത്തെ പുല്ല് വളരെ നല്ലതാണെന്ന്? ലിറ്റിൽ സ്വാനെ നോക്കൂ, അവളതെല്ലാം കഴിക്കുകയാണ്. ഉം, ഉം. അങ്കിൾ, ഞാൻ പറയുന്നൊന്ന് കേക്കൂ. നീ എന്തിനാ വീണ്ടും വന്നത്? ഞാൻ പോവില്ല അങ്കിൾ. നമുക്കിതേക്കുറിച്ച് സംസാരിച്ചേ പറ്റൂ. ഞാനിപ്പോ ഫ്രാങ്ക്ഫർട്ടിൽ ജോലി ചെയ്യാ. അവളെ കൂടെ താമസിപ്പിക്കാൻ അവര് സമ്മതിച്ചു. അവളുടെ ഭാവി നന്നാവാൻ ഇതൊരു നല്ല അവസരമാ. അങ്കിളിന് മനസ്സിലായോ? അവസരമോ? എന്തവസരം? നിന്നെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനാണോ? ഓ, അവസരം എന്ന് പറഞ്ഞത് അവളുടെ ഭാവി നന്നാവാൻ വേണ്ടിയാ. അവരുടെ മകൾ ക്ലാരയ്ക്ക് ഒരു കൂട്ടുകാരി വേണം. ഹൈഡി അവൾക്ക് പറ്റിയ ഒരു കൂട്ടുകാരി ആയിരിക്കും. ഹൈഡിക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടും. ക്ലാരയ്ക്കൊപ്പം തന്നെ അവൾക്ക് എഴുതാനും വായിക്കാനും പഠിക്കാം. ഇത് നല്ലൊരവസരമാ. ഹൈഡി ഒരു വളർത്തുമൃഗമല്ല, ഒരു പാവയുമല്ല. ഞാൻ അവളെ അങ്ങനെ വളർത്തിയിട്ടില്ല. ഓ, അവക്ക് ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. പക്ഷേ ശരിയായ വിദ്യാഭ്യാസം നേടാനുള്ള സമയം ഇത്. പിന്നെ ഞാൻ എന്റെ അനിയത്തിക്ക് വാക്കു കൊടുത്തിരുന്നതാ ഹൈഡിയെ നന്നായി നോക്കിക്കൊള്ളാന്ന്. എന്നിട്ടാണോ കഴിഞ്ഞ കൊല്ലം നീ അവളെ ഇവിടെ കൊണ്ടാക്കിയത്? എന്നിട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കാതെ നീ പോയില്ലേ? എനിക്കന്ന് വേറെ ഒരു വഴിയില്ലായിരുന്നു. എങ്കിൽ നീ പേടിക്കേണ്ട ആവശ്യമില്ല. അവൾക്ക് ഇവിടെ സുഖമാണ്. അവൾ ഇവിടെ തന്നെ നിന്നോളൂ. അതിനവളെ കെട്ടിയിടാനാണോ തീരുമാനം? സ്കൂളിൽ അയച്ചു പഠിപ്പിക്കുകയൊന്നും ചെയ്യാതെ എന്നിട്ട് ഭീകരരായ കുറുക്കന്മാരുടെ കൂടെ ജീവിക്കാനോ? ഇതാണോ നിങ്ങൾ അവൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ജീവിതം? ആകെ നിനക്കറിയാവുന്നത് കുറച്ച് നാട്ടു സംസാരവും യുക്തിക്ക് നിരക്കാത്ത തീരുമാനങ്ങളും. നീയും അവരെ പോലെ തന്നെയാണ്. നിനക്കറിയില്ലേ ഹൈഡിക്ക് എന്താണ് നല്ലതെന്ന്? എനിക്കിനി ഒന്നും പറയാനില്ല. ഹൈഡി ഇവിടെ എന്റെ കൂടെ തന്നെ നിൽക്കും, ഉറപ്പ്. ഇനി നിനക്ക് പോകാം. ഓ, നിങ്ങളെ ഏറ്റവും വലിയ സ്വാർത്ഥനങ്ങൾ. നിങ്ങൾക്ക് ഹൈഡിയെ വേണം. അതിന്റെ കാരണം വയസ്സിനെ നഷ്ടപ്പെട്ടതല്ലേ? നിനക്കെന്ത് ധൈര്യമുണ്ടോ പയസിന് ഇതിലേക്ക് വലിച്ചിടാൻ? ഹൈഡി ഒരിക്കലും അവന് പകരമാവില്ല. അതുപോലെ നിങ്ങൾക്ക് ഹൈഡിയെ ഒരിക്കലും നന്നായി വളർത്താൻ കഴിയില്ല. നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കി അങ്കിൾ. വയസ്സുണ്ടായിരുന്നെങ്കിൽ ഹൈഡിയെ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുമായിരുന്നു എന്നുകൂടി ചിന്തിക്കൂ പ്ലീസ്. കൊണ്ടുപോയിക്കോളൂ. അവളുടെ ഭാവിക്ക് അതാ നല്ലത്. അങ്കിളിനതറിയാലോ. അവൾ ഒരിക്കലും വരാൻ തയ്യാറാകില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് അവൾക്ക് വിടം. അത് ഞാൻ നോക്കിക്കോളാം. വരൂ പീപ്പി, എന്നെ പിന്തുടരൂ. അങ്ങനെ തന്നെ വാ പൈസ്. അങ്ങനെ നല്ല സുന്ദരമായ കല്ല്. അതെ, അത്രേ ഉള്ളൂ. ആ, ആ, ആ. പൈസ്, ഇവിടേക്ക് തിരിച്ചു വാ. ശരിയാണ് സിപ്പി, നിന്നെ പോലെ തന്നെ ഞാനും ഒരു വിസിലടിക്കാം. അങ്ങനെ തന്നെ ഹൈഡി, നീ ഏകദേശം എത്തിക്കഴിഞ്ഞു. അതെ, ഞാനത് ചെയ്തു. ഞാൻ പൈസനെ ഇപ്പുറത്തേക്ക് എത്തിച്ചു. ശരിയല്ലേ? നിനക്ക് എവിടുന്ന ഈ വിസില് കിട്ടിയത്? എനിക്ക് മുത്തശ്ശൻ ഉണ്ടാക്കി തന്നതാ. ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. എങ്ങനെയുണ്ട്? ഇത് ശരിക്കും അടിപൊളിയായിട്ടുണ്ട് ഹൈഡി. അപ്പോ എന്താ എന്റെ പരീക്ഷ? ഹൈഡി, നീ ഇപ്പൊ നല്ലൊരു ആട്ടിടയത്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാനൊരു ആട്ടിടയത്തിയായി. ഞാനൊരു ആട്ടിടയത്തിയായി. എത്രയും പെട്ടെന്ന് മുത്തശ്ശന്റെ അടുത്തേക്ക് പോണം. മുത്തശ്ശന് വളരെ സന്തോഷമാവും. എന്നാ നീ പൊയ്ക്കോ, ആടുകളെ ഞാൻ നോക്കിക്കോളാം. താങ്ക് യു പീറ്റർ. ഞാനൊരു ആട്ടിടയത്തിയായി. ഞാനൊരു ആട്ടിടയത്തിയായി. ഞാനൊരു ആട്ടിടയത്തിയായി. മുത്തശ്ശ, ഞാനത് ചെയ്തു. ഞാനൊരു ആട്ടിടയത്തിയായി മുത്തശ്ശ. ഹൈഡി, ഹൈഡി മോളെ, എത്ര നാളായി നിന്നെ കണ്ടിട്ട്. ആന്റിക്ക് എത്ര സന്തോഷായിന്നോ? എനിക്കും വളരെ സന്തോഷമായി ഡേറ്റ് ആന്റി. ഞാനും ഒരുപാട് മിസ് ചെയ്തു. ആ ഹൈഡി, എനിക്ക് നിന്നോടൊരു കാര്യം. ഞാനൊരു ആട്ടിടയത്തിയായി മുത്തശ്ശ. ഹൈഡി, ഞാൻ എന്താ കൊണ്ടുവന്നേ നോക്കിയേ.
ഓ എന്റെ പാവ ആന്റി അത് കൊണ്ടുവന്നോ? അപ്പൊ നിങ്ങൾ ഞങ്ങളെ കാണാൻ വന്നു. എത്ര നാൾ ഇവിടെ നിൽക്കും? ഞാൻ നിങ്ങളെ ആടുമേക്കാൻ കൊണ്ടുപോവാം. ഞാനൊരു ആട്ടിടയത്തിയാണിപ്പോൾ. ഞാനിവിടെ നിക്കുന്നില്ല ഹൈഡി. ഇന്ന് രാത്രി തന്നെ തിരികെ പോവാ. നീയും എന്റെ കൂടെ വരണം മോളെ. പക്ഷെ അത് പറ്റില്ല ആന്റി. പീറ്ററും ഇപ്പൊ എന്നെ ആശ്രയിക്കുന്നു. അതുപോലെ എനിക്ക് മുത്തശ്ശനെ ഇവിടെ ഒറ്റയ്ക്കാക്കാൻ പറ്റില്ല. അങ്ങനെയല്ലേ മുത്തശ്ശ? നിന്റെ മുത്തശ്ശന് ഒരു വിഷമവും ഇല്ല മോളെ. ഞങ്ങൾ അതേക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അങ്കിള് സമ്മതിച്ചു. ഇത് നിന്റെ ഭാവി നന്നാവാൻ വേണ്ടിയാ. ഇല്ല, വേണ്ട മുത്തശ്ശ, എനിക്ക് പോവണ്ട. പറയുന്നത് പോലെ കേൾക്കുമോളെ. വേണ്ട, എനിക്ക് മലകളെ വിട്ട് പോവണ്ട. ഞാനെന്തേലും തെറ്റ് ചെയ്തോ? ഞാൻ ശരിക്കും പോണോന്നാണോ മുത്തശ്ശ? അയ്യോ വേണ്ട ഹൈഡി, കാര്യാതെ നീ. നമ്മൾ കുറച്ചു ദിവസത്തേക്കാ പോകുന്നേ. മുത്തശ്ശ, നിന്റെ ആന്റിയോടൊപ്പം പോകുമോളെ. കുറച്ചു ദിവസത്തേക്കാണോ? സത്യമായിട്ടും? ഹൈഡി പെട്ടെന്ന് വാ. പോയിട്ട് വരട്ടെ മുത്തശ്ശ. ഞങ്ങൾ പോട്ടെ അങ്കിൾ. സന്തോഷം. ആന്റി, എനിക്ക് മുത്തശ്ശിയോടും ആന്റിയോടും പോയി വരാന്ന് പറയണം. നമുക്കൊട്ടും സമയമില്ല ഹൈഡി. പക്ഷേ വേഗം സ്റ്റേഷനിലെത്തണം. അതൊക്കെ അങ്കിൾ പറഞ്ഞോളും. അയ്യോ പീറ്റർ, പിന്നെ ആടുകൾ, അവരോടൊന്നും പറഞ്ഞില്ല. നമുക്ക് ട്രെയിൻ കിട്ടില്ല മോളെ. ഹൈഡി നോക്ക്, നമുക്ക് തിരിച്ചു വരുമ്പോ അവർക്ക് സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാം. സമ്മാനമോ? ഓ, എങ്കിൽ പീറ്ററിനൊരു വിസില് വാങ്ങണം. ശരി, വിസില് വാങ്ങാം. പിന്നെ മുത്തശ്ശിക്ക് ഫ്രഷ് ആയിട്ടുള്ള ബണ്ണും. ശരി, വാ പെട്ടെന്ന് പോവാം. ഈ ട്രെയിൻ കിട്ടിയില്ലെങ്കിലേ പിന്നെ നമുക്ക് പോവാൻ പറ്റില്ല. ഹൈഡി ആട്ടിടയത്തിയായല്ലോ. ഹൈഡി നല്ല ഒരു ആട്ടിടയത്തിയായി മാറി. ഹൈഡി നല്ല ആട്ടിടയത്തിയായി. ഗുഡ് ആഫ്റ്റർനൂൺ അങ്കിൾ. അങ്കിൾ, എന്താ പറ്റിയത്? ഹൈഡി ആട്ടിടയത്തി ആയതിൽ അങ്കിളിന് വിഷമമുണ്ടോ? അവൾ ഇനി ആട്ടിടയത്തി ആയിരിക്കില്ല പീറ്റർ. അങ്കിൾ ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. അവൾ അവസാനത്തെ പരീക്ഷയും വിജയിച്ചു. അതും അങ്കിൾ ഉണ്ടാക്കി കൊടുത്ത വിസിൽ ഊതിക്കൊണ്ട്. അല്ല, അവൾ എവിടെ അങ്കിൾ? അവൾ പോയി പീറ്റർ. പോയെന്നോ? അവൾ അവളുടെ ആന്റിയുടെ കൂടെ നാട്ടിലേക്ക് പോയി പഠിക്കാനായിട്ട് വേണ്ടി. ഇല്ല, ഇത് ശരിയാവില്ല. അവൾക്ക് ഇവിടം വിട്ട് പോവാൻ സാധിക്കില്ല. എനിക്ക് അവളോട് യാത്ര പറയാൻ പോലും പറ്റിയില്ല. അവൾ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് എത്തിക്കാണും. അങ്കിൾ, നമുക്ക് അവളോട് യാത്ര പറയണം. നീ പറഞ്ഞത് ശരിയാണ്. നമുക്ക് അവളോട് യാത്ര പറയണം. വേഗം വരൂ. ചിപ്പി, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. മുത്തശ്ശനെയും പീറ്ററിനെയും മുത്തശ്ശിയെയും നന്നായിട്ട് നോക്കണേ. ഹൈഡി പെട്ടെന്ന് വാ, നമുക്ക് പോണ്ടേ മോളെ. ഓടിക്കോളൂ പീറ്റർ, ഓടിക്കോളൂ. ഞാൻ നിന്റെ പിറകെ വരാം. ശരി, ഞാൻ അവിടെ കാത്തു നിൽക്കാം. ട്രെയിൻ പുറപ്പെടാൻ സമയമായി. എല്ലാവരും മാറി നിൽക്കോ. കയറാനുള്ളവർ വേഗം കയറോ. ഹൈഡി, 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 ഹൈഡി. ഹൈഡി, നീ പോവാണല്ലേ? പക്ഷെ ഞാൻ പെട്ടെന്ന് വരും. പീറ്റർ,
മുത്തശ്ശ മുത്തശ്ശ അവക്ക് ഇത്തിരി സമയം കൊടുക്കാമോ? നീ ഇല്ലെങ്കിൽ എനിക്കെല്ലാം നഷ്ടമായതുപോലെ. ഞാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരികെ വരാം മുത്തശ്ശ, സത്യമായിട്ടും. അതെ, നിന്നെയും ഒരുപാട് മിസ് ചെയ്യും ജോസഫ്. ഹൈഡി, മോഹൻ എന്തെങ്കിലും മറന്നുപോയോ? നീ എവിടെയായിരുന്നാലും നല്ല കുട്ടിയായിരിക്കണേ കുഞ്ഞെ. ഞാൻ നിങ്ങളെ എപ്പോഴും ഓർക്കും മുത്തശ്ശ. ഞാൻ പെട്ടെന്ന് വരാമേ. പോന്നേ മുത്തശ്ശ, പോന്നേ പീറ്റർ. വേഗം വരണേ ഹൈഡി. പോയി വാ എന്റെ കുഞ്ഞാട്ടിടെ എത്തി.